പച്ചക്കറികൾ വെണ്ടയ്ക്ക തക്കാളി പച്ചക്കറികൾ വെണ്ടയ്ക്ക കിലോ 10 രൂപ പച്ചക്കറികൾ വെണ്ടയ്ക്ക തക്കാളി പാവയ്ക്ക പച്ചക്കറികൾ സുബ്ബു ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. കിച്ചൺ എഞ്ചിനീയറിംഗിന് ചേർന്നെന്നും പറഞ്ഞപ്പോഴേ അവൻ പറയാ കോഴ്സ് കഴിഞ്ഞാലുടൻ ഗൾഫിലേക്ക് കൊണ്ടുപോയിക്കോളാന്ന്. നല്ല കാര്യായി. അവൻ അതിനൊന്നും തീരെ താല്പര്യം കാണില്ല. പഠിക്കാന്ന് സമ്മതിച്ചത് തന്നെ അവന്റെ അപ്പയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ. ആ അലമാരിയുടെ അടിയിലത്തെ ട്രോയിലുണ്ട്. സാവിത്രി മുണ്ട കട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അടുത്ത വിളിക്ക് മുമ്പേ ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞേക്ക്. ആ പേഴ്സും ആ മേശക്കകത്തുണ്ട്. കണ്ടു. അമ്മോ അമ്മോ അവൾ എഴുന്നേറ്റിട്ടില്ല. കച്ചേരിയും കഴിഞ്ഞ് കൂടെ വന്നവും കുളിയും ജപവും കഴിഞ്ഞ് അമ്പലത്തിൽ പോയി ക്ലാസ് തുടങ്ങി. ഇവനെയൊക്കെ എഴുന്നേക്കടാ, ഇല്ല തല്ലും ഞാൻ. മാഷ് തല്ലത്തില്ലാന്ന് എനിക്കറിയാം. ഒരു 10 മിനിറ്റ് കൂടെ തല്ലും ഞാൻ. എന്നെ പറ്റിക്കണ്ട മാഷേ, ഞാൻ ഉണരത്തില്ല. അപ്പൊ മാഷ് തല്ലുവല്ലേ? പോയി കുളിച്ച് അമ്പലത്തിൽ പോടാ. ഒരു സോപ്പ് മുഴുവൻ അവന്റെ കിച്ചന്റെ പേരിൽ ഒരു അർച്ചന കൂടി കഴിച്ചേക്കണം. ട്യൂഷൻ കഴിഞ്ഞോടാ? നമസ്കാരം മാഷേ. ഇന്നലെ കച്ചേരി കഴിഞ്ഞ് കിച്ചൺ എത്തിയപ്പോ മണി 2 അതോടെ തന്റെ ഉറക്കവും പോയില്ലേ? അതല്ല, അതിലും വലിയ സന്തോഷമല്ലടോ. തിരിച്ചെത്തിയെന്ന് അവൻ അറിയിച്ചുകൊണ്ടുള്ള മൃദംഗമായനി ശ്രീയുടെ മുറിയിലെ ലൈറ്റ് ഇടലും. അതാടോ സ്നേഹം, പ്രേമം. അവര് കല്യാണം കഴിച്ച് കാണണമെന്ന് നമുക്ക് മാത്രം തോന്നിയാ മതിയോ? അവർക്കൂടെ തോന്നണ്ടേ? തോന്നി. ദൈവാനുഗ്രഹം. കൃഷ്ണ, അപ്പൊ ഇനി നാളെ പോകരുത്. എനിക്ക് കുറച്ചു കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. പറഞ്ഞോ. കൃഷ്ണനോട് മാത്രല്ല, കിച്ചനോടും. അല്ല, കിച്ചേട്ടൻ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിഷമാവില്ലേ? ഒരു വിഷമവും. എന്നേക്കാ നല്ലൊരു വിദ്വാനെ ഞാൻ അവർക്ക് കണ്ടുവച്ചിട്ടുണ്ട്. അതാ ഇപ്പൊ കാര്യം. ഉപേക്ഷിച്ച് പോകുന്ന ആൾക്ക് വിഷമമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ഈ എറണാകുളത്തേക്ക് എത്ര ദൂരം ഉണ്ടാവും? ഒരു 10,000-4000 കിലോമീറ്റർ ഉണ്ടാവും. എന്റെ ശ്രീ, നിനക്ക് കാണണമെന്ന് തോന്നുമ്പോ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാനിങ്ങെത്തും. പോരെ? വാ. അമ്മോ. ഹലോ. ആ ശ്രീയേച്ചി, ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചോണ്ടിരിക്ക. കിച്ചേട്ടന് ഇപ്പൊ തന്നെ 7 ദോശ കഴിച്ചു. ഇപ്പൊ 8. അപ്പാ, സ്കൂൾ സൊസൈറ്റിയുടെ ഫയൽ എടുക്കുന്ന ശ്രീ ഞങ്ങൾ പറഞ്ഞു. പിന്നെ അയാൾ പറഞ്ഞിട്ട് വേണ്ട ഞാൻ ഓർക്കാൻ. ഇങ്ങോട്ട് അമ്മ, എന്റെ പ്ലേറ്റ് എടുക്കല്ലേ? വേണ്ട, എനിക്ക് കോളേജിൽ പോണം. ഹലോ കിച്ചേട്ടാ.
എന്താന്ന് വെച്ചാ വേഗം കൊടുക്കണം, അവിടെ കോളായി പോട്ടെ. അത് വരുന്നു നിന്റെ മാമൻ. രാവിലെ കുളിച്ച് കുറിയും തൊട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. നാട്ടിലെ രാമൻ, വീട്ടിലെ രാവണൻ. ഇന്നലെ എന്തായിരുന്നു ഇടപാട്? ഓ അതൊക്കെ അളിയനെ വിളിച്ച് പറഞ്ഞോ. ഇന്നലെ ലതാന്റി എന്തൊരു കരച്ചിലായിരുന്നു. അതെ, വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. ഓ പിന്നെ ഡ്രസ് എടുക്കാൻ പോണെങ്കിൽ നേരത്തെ വരണം. ടാറ്റാ. ആ, ശരി. എന്താ ഒരു നിന്റെ മുഖം കണ്ടാത്തൊന്നും വണ്ടി വഴി വെച്ച് പഞ്ചറാക്കിയത് ഞാനാണെന്ന്. ദേ, ദാമ്പത്യവും പഞ്ചറും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. അവര് വരുന്നുണ്ട്. ചിരിച്ചോ ചിരിച്ചോ ചിരിച്ചോ. എന്റെ അളിയ കൊച്ചിന്ന് നടന്ന ഇതിലും വേഗം ഇങ്ങ് എത്തുമല്ലോ. ലക്ഷ്മിക്കുട്ടിയെ എത്ര നേരം അറിയോ കാത്തിരിക്കണു. ഈ റോഡ് മുഴുവൻ എന്ത് ബ്ലോക്ക് ആയിരുന്നെന്നറിയോ? ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബസ്സുകൾ ഇങ്ങനെ നമ്മുടെ വണ്ടിയാ 2 പ്രാവശ്യം പഞ്ചറായി. ഞാനിത് കേൾക്കണം. 85,000 കാറ് വേണോ 8 ലക്ഷത്തിന്റെ കാറ് വേണോ എന്ന് ഞാൻ ഇവളോട് ചോദിച്ചതാ. അപ്പൊ അവള് പറഞ്ഞു 85,000 കാറ് മതി, നമുക്കൊരു പെങ്കൊച്ചല്ലേ വളർന്നു വരുന്നത്, ബാക്കി കാശ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഇടാമെന്ന്. എന്നാ എന്റെ അമ്മോ, പറയണ പറച്ചിലേട്ടില്ലേ? ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടൂന്ന് പറഞ്ഞു കൊടുക്കട്ടെ. എന്നാ പിന്നെ ഒന്ന് പറ, ഞങ്ങളോടൊന്ന് അറിയട്ടെ. അല്ലേ അമ്മേ? അല്ല അത് അത് അന്ന് കല്യാണത്തിന് കഴുത്തിലിട്ട 4 മാലയും 15 വളയും 3 കൊല്ലമായിട്ട് ബാങ്കിലൊക്കെ ഫിക്സഡ് പണയത്തില്ല അല്ലേ ചേട്ടാ? സ്വർണ്ണം ബാങ്കിൽ കിടന്നാ സേഫ് ആയിരിക്കും, കള്ളന്മാര് കൊണ്ടുപോയില്ല. അലയഞ്ചിരിക്കണ്ട, പെണ്ണെട്ടുമ്പോ അറിയും. നോക്ക് വിശക്കുന്നുണ്ടല്ലേ? മോളെ നമുക്ക് അകത്ത് പോവാം. ഇനി ഇവിടെ നിന്ന് പലതും പറഞ്ഞു കൊടുക്കും.